ആലപ്പുഴ ചേർത്തലയിലെ ഹോട്ടലിൽ ഡിവൈഎഫ്ഐ CPM നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. മേശ തുടയ്ക്കുമ്പോൾ വെള്ളം ദേഹത്ത് വീണെന്ന് പറഞ്ഞു തുടങ്ങിയ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. രഘുനാഥ് നാരായണൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രഘു, നിസ്സാര കാര്യം പറഞ്ഞുള്ള തല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ദൃശ്യങ്ങളിൽ ആ കൂട്ടയടിയാണ്. ആർക്കൊക്കെയാണ് മർദ്ദനമേറ്റത്? CPM DYFI നേതാക്കളെന്നാണോ അറിയാൻ കഴിയുന്നത്? പ്രദേശീയ മീൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ചേർത്തല എക്സ്റേ ജംഗ്ഷനിലെ ഹോട്ടലിൽ 3 ദിവസം മുൻപായിരുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലത്തെ തമ്മിലടി, കൂട്ടത്തല്ല് നടന്നത്. അവിടുത്തെ പ്രാദേശിക CPM നേതാക്കളും ചേർത്തല കോടതിയിലെ അഭിഭാഷകരുമായ 3 പേർ ഉച്ചയ്ക്ക് ഉണ്ണാനായി അവിടെ എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ മുൻപ് കഴിച്ചിരുന്നവരുടെ വേസ്റ്റ് പാത്രങ്ങൾ എടുത്തു മാറ്റി അത് വൃത്തിയാക്കുന്നതിനിടെ കുറച്ച് വെള്ളം ഈ അഭിഭാഷകരിൽ 3 പേരിൽ ഒരാളുടെ ദേഹത്ത് വീണതിനെ ചൊല്ലി തുടങ്ങിയ തർക്കമാണ് വലിയ രീതിയിലുള്ളൊരു തമ്മിലടിയിൽ അവസാനിച്ചത്. അതിൽ ഒരാൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ മകനാണ്, ഒരാൾ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, ഒരാൾ DYFIയുടെ പ്രാദേശിക ഭാരവാഹിയാണ്. എന്തായാലും ഇവർ അടികൊണ്ടവരും ഹോട്ടൽ ഉടമകളുമൊക്കെ CPM അനുഭാവികളും ബന്ധുക്കളുമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇരുകൂട്ടരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. എന്തുമാത്രവുമല്ല, CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ തമ്മിലടി. CPMൻ്റെ പ്രാദേശിക നേതാക്കളും ഒപ്പം തന്നെ ഈ ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ അടിയുണ്ടായത്. അതുകൊണ്ട് ആ ദിവസങ്ങൾ കഴിയുന്നിടം വരെ CCTV ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നില്ല. എന്തായാലും ആരെങ്കിലും പരാതി നൽകിയാൽ കേസ് എടുക്കാമെന്നുള്ളതാണ് ചേർത്തല പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട്. ശരി, രഘുവാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചേർത്തലയിൽ ഹോട്ടലിൽ DYFI CPM നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ ദൃശ്യമാണ് പുറത്തേക്ക് വന്നത്.